നമസ്കാരം. ഹെവി ഡിസ്കൗണ്ടിൽ ഏകദേശം 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന 3 മൊണോപ്പൊളി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. മൊണോപ്പൊളി സ്റ്റോക്കുകളാണെങ്കിലും സ്റ്റോക്കുകളിൽ പലതും ഇപ്പോഴും ഡൗൺവേർഡ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കുന്നവർ സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏജിസ് ലോജിസ്റ്റിക് ലിമിറ്റഡ്. 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.78, ഡിവിഡന്റ് yield 1.96, സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 410, 52 വീക്ക് ലോ 280, സ്റ്റോക്ക് 345 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. ഒരാഴ്ച കൊണ്ട് 10% റിട്ടേണും ഒരു മാസം കൊണ്ട് 16% റിട്ടേണും നൽകി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 60% റിട്ടേൺ ആണ് നൽകിയത്. ഏജിസ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന കമ്പനി LPG അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ഇമ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, ടെർമിനലിംഗ് ഫെസിലിറ്റി എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന ലോജിസ്റ്റിക് സെഗ്മെന്റിലെ ഒരു കമ്പനിയാണ്. ഓയിൽ, ഗ്യാസ്, കെമിക്കൽ ലോജിസ്റ്റിക്സിലെ മാർക്കറ്റ് ലീഡർ കമ്പനി കൂടിയാണ് ഏജിസ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന കമ്പനി. ഏജിസ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് LPG സെഗ്മെന്റിൽ 66% അല്ലെങ്കിൽ LPG ലോജിസ്റ്റിക് സെഗ്മെന്റിലെ 66% മാർക്കറ്റ് ഷെയറുള്ള മാർക്കറ്റ് ലീഡർ കമ്പനിയാണ്. റീസെന്റ് കണ്ട്ല പോർട്ടിനടുത്ത് കമ്പനി 5 ലക്ഷം കിലോ ലിറ്റർ കപ്പാസിറ്റിയുള്ള ലിക്വിഡ് ടാങ്ക് ടെർമിനൽസ് അക്വയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആണ്. കമ്പനിയുടെ ROE 15.9, ROCE 15.9, സ്റ്റോക്കിന്റെ 52 വീക്ക് ലോ 280, 52 വീക്ക് ഹൈ 410. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ സെയിൽസ് ഇടിഞ്ഞിട്ടുണ്ട്. 2151 കോടിയിൽ നിന്നും 1235 കോടിയിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 2100 കോടിയിൽ നിന്നും 1235 കോടിയിലേക്ക് സെയിൽസ് ഇടിഞ്ഞു. സെയിൽസ് ഇടിഞ്ഞിട്ടും കമ്പനി അതിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ 8% നിന്നും 17% ഇയർ ഓൺ ഇയറിൽ ഉയർത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 9% നിന്നും 17%ലേക്കാണ് ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നത്. അതുമൂലം കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 101 കോടിയിൽ നിന്നും 180 കോടിയിലേക്ക് വളർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 131 കോടിയിൽ നിന്നും 180 കോടിയിലേക്കാണ് പ്രോഫിറ്റ് വളർന്നിരിക്കുന്നത്. 3610 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 2359 കോടി രൂപയുടെ കടമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 58.10% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIS റീസെന്റ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.3 നിന്നും 18.8 ഉയർത്തി. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.7 നിന്നും 4.5% ഉയർന്നിട്ടുണ്ട്. പബ്ലിക്കിന് 18% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 400 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 400 എന്ന റെസിസ്റ്റൻസ് മൾട്ടി ഇയർ റെസിസ്റ്റൻസ് കൂടിയാണ്. റീസെന്റ് സ്റ്റോക്ക് 410 നിന്നും കറക്റ്റായി 280 വരെ എത്തുകയും അവിടെ നിന്നും സ്റ്റോക്കിലെ ഒരു ഫ്രഷ് ബൈയിങ് ആരംഭിച്ച് സ്റ്റോക്ക് 345 എത്തുകയും ചെയ്തു. സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് 400 ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് അവലോൺ ടെക്നോളജീസ് ലിമിറ്റഡ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ് അവലോൺ ടെക്നോളജി ലിമിറ്റഡ്. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.6. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.28% ഉയർന്ന് 479 ക്ലോസിംഗ് നൽകി. 6 മാസം കൊണ്ട് 12% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 20% റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. റീസെന്റ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ സ്റ്റോക്ക്. കമ്പനി ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ, മെറ്റൽ ഷീറ്റ് ഫാബ്രിക്കേഷൻ, വയർ ഹാർനസ് സർവീസ് പ്രൊവൈഡർ, ട്രാൻസ്ഫോർമേഴ്സ്, ചോക്സ്, ഇൻഡക്ടേഴ്സ്, ഇഞ്ചക്ഷൻ മൊഡ്യൂൾഡ് പ്ലാസ്റ്റിക്സ് എന്നിവ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. അവലോൺ ടെക്നോളജി എന്ന കമ്പനിക്ക് ഫ്ലെക്സിബിൾ വോളിയം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡർ സ്ഥാനമാണുള്ളത്. ഇതുകൂടാതെ ഈ കമ്പനിക്ക് അമേരിക്കയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട്. അമേരിക്കയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ ഒരേ ഒരു കമ്പനിയും അവലോൺ ടെക്നോളജി ലിമിറ്റഡ് ആണ്. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 16.8, ROCE 16.7. ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 244 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ 235 കോടിയിൽ നിന്നും 200 കോടിയിലേക്ക് സെയിൽസ് ഇടിഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 7.28 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടർ 7 കോടി 7 ലക്ഷത്തിൽ നിന്നും 7 കോടി 70,000 നിന്നും 7 കോടി 28 ലക്ഷത്തിലേക്കും കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റിൽ നേരിയ ഒരു വർധനവ് കാണാൻ സാധിക്കും.
520 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 136 കോടി രൂപയുടെ കടമുണ്ട്. പ്രൊമോട്ടേഴ്സിന് 51% സ്റ്റേക്ക് ഹോൾഡിംഗ്, എഫ്ഐഎസിന് 9.2%, ഡിഎസിന് 16.2%, പബ്ലിക്കിന് 23%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റീസെന്റ്ലി എഫ്ഐഎസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.4-ൽ നിന്നും 9.2-ലേക്ക് ഇടിഞ്ഞിരുന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 19%-ൽ നിന്നും 23%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. അവലോൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 350-400-നടുത്ത് ലിസ്റ്റഡ് ആവുകയും അതിനുശേഷം സ്റ്റോക്ക് 700 രൂപ വരെ ഉയരുകയും ചെയ്തു. പിന്നീട് സ്റ്റോക്ക് 450 രൂപ വരെ ഇടിഞ്ഞു. വീണ്ടും സ്റ്റോക്ക് 450-ൽ നിന്നും 600 രൂപ വരെ ഉയരുകയും വീണ്ടും സ്റ്റോക്ക് അതിന്റെ സപ്പോർട്ടായ 450-നടുത്തേക്ക് വരികയുമാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 450 ഒരു പ്രധാന സപ്പോർട്ടാണ്. സ്റ്റോക്ക് ദീർഘകാലമായി 450-നും 475-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് ഡ്രീം ഫോക്ക് സർവീസ് ലിമിറ്റഡ്. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.92. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൌണ്ടിൽ ലഭ്യമാണ്. 52 വീക്ക് ഹൈ 847. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 11% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് 3%-നടുത്ത് നെഗറ്റീവ് റിട്ടേണും മാർക്കറ്റിൽ ലിസ്റ്റഡായി ഇതുവരെ 26%-നടുത്ത് റിട്ടേണുമാണ് നൽകിയത്. ഡ്രീം ഫോക്ക് സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനി എയർപോർട്ട് സർവീസ് അഗ്രഗേറ്റർ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളായ ഫുഡ് ആൻഡ് ബിവറേജ്, സ്പാ, മീറ്റ് അസിസ്റ്റന്റ്, എയർപോർട്ട് ട്രാൻസിറ്റ് ഹോട്ടൽസ്, ബാഗേജ് ട്രാൻസ്ഫർ തുടങ്ങിയ സർവീസുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രീം ഫോക്ക് എന്ന കമ്പനിയാണ്. ഇന്ത്യ കൂടാതെ കമ്പനിക്ക് 120ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 500ഓളം എയർപോർട്ടുകളിൽ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. കൂടാതെ 100ഓളം ക്ലയന്റുകളും കമ്പനിക്കുണ്ട്. കമ്പനി റീസെന്റ്ലി വിറ്റ്സർ ഗോൾഫ് എന്ന കമ്പനിയുടെ 60%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുകയും മലേഷ്യയിലേക്ക് കൂടി കമ്പനി അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇടയ്ക്ക് ഈ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെന്റം കാണാൻ സാധിക്കുകയും ചെയ്തു. കമ്പനിയുടെ ROE 60%, ROCE 76.9%. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്നിട്ടുണ്ട്. 171 കോടിയിൽ നിന്നും സെയിൽസ് 282 കോടിയിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടർ 266 കോടിയിൽ നിന്നും 282 കോടിയിലേക്കും സെയിൽസ് ഉയർന്നു. 12%-ൽ നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 9%-ലേക്ക് ഇയർ ഓൺ ഇയർ ഇടിഞ്ഞെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ 7%-ൽ നിന്നും 9%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. കമ്പനി അതിന്റെ പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 18 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 13 കോടിയിൽ നിന്നും 18 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർത്തിയിട്ടുണ്ട്. 185 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ വളരെ ചെറിയ കടബാധ്യതയേ ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന് 66% സ്റ്റേക്ക് ഹോൾഡിംഗ്, എഫ്ഐഎസിന് 5.65% സ്റ്റേക്ക് ഹോൾഡിംഗ്, ഡിഎസിന് 6.12%, പബ്ലിക്കിന് 22%. റീസെന്റ്ലി എഫ്ഐഎസ് 12%-ൽ നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 5%-ലേക്ക് കുറച്ചിരുന്നു. ഡിഎസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗും 8.9%-ൽ നിന്നും 6.12%-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ മാറ്റമില്ല. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് വർദ്ധിച്ചത്. എഫ്ഐഎസിന്റെയും ഡിഎസിന്റെയും സ്റ്റോക്ക് സെയിൽ മൂലവും കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റിൽ അത്ര എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കാണാത്തതും കൊണ്ടാകാം സ്റ്റോക്ക് 800 രൂപയിൽ നിന്നും കറക്റ്റായി 450 രൂപ വരെ എത്തിയത്. അവിടെ നിന്നും 500 രൂപയ്ക്കടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ഇപ്പോൾ ഹയർ ഹൈ ഹയർ ലോ എന്ന ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഈ ട്രെൻഡ് നമ്മൾക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 525 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അതുകൂടാതെ സ്റ്റോക്കിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും 530 അടുത്തായിട്ടാണ്. ഡ്രീം ഫോക്കസ് സർവീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു മൊണോപ്പൊളി സ്റ്റോക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്